morning. Good morning, ma'am. Okay, good morning. തുടങ്ങാം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ രാജേഷ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ കുറച്ച് ദിവസമായി തോന്നുന്നത് അല്ലേ കണ്ടിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഓൺ മ്യൂട്ട് കൊടുക്കാണേ. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ്സിനെ കുറിച്ചാണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ കണ്ടന്റുകളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പോ ഒരു മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു അല്ലെ. രണ്ട് കാറ്റഗറിയാണ്. അതിനകത്ത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അല്ലെ. മെഡിക്കൽ റെക്കോർഡിനകത്തെ കണ്ടന്റുകളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. ഓക്കെ, അത് നമ്മൾ കണ്ടിരുന്നു. രണ്ടാമത്തത് ഏതാണ്? ക്ലിനിക്കൽ ഡാറ്റയാണ് അല്ലെ. ക്ലിനിക്കൽ ഡാറ്റ. ഈ ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് നമുക്ക് ഏകദേശം ഒരു 10-21 ഡാറ്റകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിനിക്കൽ ഡാറ്റയിനകത്ത് ഒരു 10-21 എണ്ണം നമുക്ക് നോക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ രണ്ട് ഡാറ്റകളാണ് നമ്മൾ നോക്കിയത്. ഒന്ന് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡും രണ്ടാമത്തത് മെഡിക്കൽ ഹിസ്റ്ററി. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വരുന്നത് അല്ലെ. ഇപ്പൊ ആദ്യത്തെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. ഈ പറയുന്ന രോഗനിർണയത്തിന്റെയും ചികിത്സാ നടപടിക്രമങ്ങളുടെയൊക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെ. അതിന്റെ വിശദാംശങ്ങളാണ് ഒരു അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ പറയുന്ന ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാലും പിന്നെ ചികിത്സാ പ്രൊസീജിയറുകൾ ആയിക്കഴിഞ്ഞാലും അത് നമ്മൾ വളരെ വ്യക്തമായിട്ട്, അതായത് വേറെ ചിഹ്നങ്ങളോ ചുരുക്കെഴുത്തുകളോ ഒന്നും ഉപയോഗിക്കാതെ വളരെ വ്യക്തമായിട്ടും വളരെ ലെജിബിൾ ആയിട്ടും വേണം നമ്മളതിൽ എഴുതാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റിപ്പോർട്ട്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ ഹിസ്റ്ററി ആണ് അല്ലെ. രണ്ടാമത്തെ ക്ലിനിക്കൽ ഡാറ്റ ഏതാണ്? മെഡിക്കൽ ഹിസ്റ്ററി ആണ്. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതായത് ഒരു രോഗിയുടെ ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് ഡോക്ടർ ഉപയോഗിക്കുന്ന ഡാറ്റ അല്ലെ. അതാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോ ഒരു ചുമയോ അല്ലെങ്കിൽ പറയുന്ന പോലെ ആസ്മാറ്റിക് അല്ലെ, ശ്വാസം മുട്ടലോ അലർജിക് പ്രോബ്ലം ഒക്കെ ആയിട്ട് നമ്മൾ ഡോക്ടർ കാണാൻ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഡോക്ടർമാർ നമ്മളോട് ചോദിക്കും അല്ലെ, ഇവിടെ വീട്ടിലാർക്കെങ്കിലോ അല്ലെങ്കിൽ അല്ലെ അലർജിക് പ്രോബ്ലം അല്ലെങ്കിൽ ആസ്മാറ്റിക് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ നമ്മളോട് ചോദിക്കും. അതെന്താണ്? നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് അവര് എടുക്കുന്നത് അല്ലെ. ആ ചോദിക്കുന്നതിലൂടെ അവരെന്താണ് ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയമാണ് നടത്തുന്നത്. പിന്നെ കാരണം കൊണ്ടാവാം ഡോക്ടർ ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാണ്. കൺഫേം ചെയ്യണമെങ്കിൽ ഇനി ഫർദർ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുന്നതിലൂടെ ഒരു പ്രാഥമികമായിട്ടുള്ള താൽക്കാലിക രോഗനിർണയം നടത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആ ഡാറ്റയാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെ. മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ചീഫ് കംപ്ലൈന്റ്, പ്രധാനപ്പെട്ട പ്രശ്നങ്ങള്, നിലവിലെ അവരുടെ അസുഖങ്ങള്, പിന്നെ അവരുടെ കഴിഞ്ഞ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, പാരമ്പര്യമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്, പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം ആണ് അല്ലെ. റിവ്യൂ ഓഫ് സിസ്റ്റം. റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ എല്ലാ ബോഡി സിസ്റ്റംസും ഉൾപ്പെടുന്ന രീതിയിലുള്ളൊരു അവലോകനമാണ്. പക്ഷെ നമ്മുടെ ബോഡി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. ശ്വസന വ്യവസ്ഥയുണ്ട്, രക്തപര്യന വ്യവസ്ഥയുണ്ട് അല്ലെ, വിസർജന വ്യവസ്ഥയുണ്ട്, പ്രത്യുൽപാദന വ്യവസ്ഥയുണ്ട്, നാഡി വ്യവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ ബോഡി സിസ്റ്റംസ് ഉൾപ്പെടുന്നതാണ് ഇത് നമ്മുടെ അല്ലെ. അങ്ങനെയാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് എല്ലാ ബോഡി സംവിധാനങ്ങളും ഉൾപ്പെടുന്ന അതിന് എല്ലാം ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും അതുപോലെ തന്നെ സിംറ്റംസുകളും അതെല്ലാമാണ് അതിന്റെ റിവ്യൂ ഓഫ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. രണ്ട് ക്ലിനിക്കൽ ഡാറ്റ കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ തൊട്ട് നോക്കാം. മൂന്നാമത്തെ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. ഇതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. എന്താണത്? ശാരീരികമായിട്ടുള്ള പരിശോധന. എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ശാരീരികമായിട്ടുള്ള പരിശോധന ജസ്റ്റ് വായിക്കാം. ഇറ്റ് പ്രൊവൈഡ്സ്
baseline data about the patient to help the physician in deciding a diagnosis. എന്താണ് പറയുന്നത്? It provides baseline data about the patient to help the physician in deciding a diagnosis. അതായത് ഒരു രോഗിയുടെ ഡയഗ്നോസിസ് തീരുമാനിക്കാൻ സഹായിക്കുന്ന എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഒരു ഫിസിഷ്യന് ലഭിക്കുന്നത് ഇതിലൂടെയാണ്. ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് അല്ലെ, ശാരീരികമായിട്ട് പരിശോധന നടത്തുക. മെഡിക്കൽ ഹിസ്റ്ററിയിലൂടെ നമുക്കൊരു താൽക്കാലിക രോഗനിർണയം നടത്താൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഒരു രോഗിക്ക് എന്ത് ഡയഗ്നോസിസ് നടത്തണമെന്ന് തീരുമാനിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസ് ലൈൻ ഡാറ്റ, എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഒരു ഡോക്ടർക്ക് ലഭിക്കുന്നത് ശാരീരിക പരിശോധനയിലൂടെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. പിന്നെ മാത്രമല്ല, the examination should include all the body systems. അതായത് ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാല് അതില് എല്ലാ ബോഡി സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോഡി സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അതിനകത്ത് അല്ലെ. ഞാൻ പറഞ്ഞില്ലേ, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്, അതുപോലെ പ്രത്യുൽപാദന വ്യവസ്ഥയുണ്ട്, വിസർജന വ്യവസ്ഥയുണ്ട്, നാഡീ വ്യവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ ബോഡി സംവിധാനങ്ങളും ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും എന്ത് നടത്തുന്നത്? ശാരീരിക പരിശോധനകൾ നടത്തുന്നത്. ഓക്കെ, കേട്ടോ. എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റംസ്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? The degree of details relies on the age and the sex of the patient, symptoms. അത് ഈ പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം കേട്ടോ. സെക്സ് ഓഫ് ദ പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. സിംറ്റംസ്, പിന്നെന്താണ്? അതർ ഫിസിക്കൽ ഫൈൻഡിങ്സ് ഓർ ലബോറട്ടറി ഡാറ്റ. അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. അതായത് നമുക്ക് ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ്, അതായത് നമുക്കൊരു ശാരീരിക പരിശോധനയുടെ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അളവ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ് പറയുന്നത്? ഒന്ന് ആ പേഷ്യന്റിന്റെ വയസ്സ്, ഏജ്, പിന്നെ അവരുടെ സെക്സ് ഓഫ് ദ പേഷ്യന്റ്, അവർ മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെ, അത്. പിന്നെ എന്താണ്? രോഗലക്ഷണങ്ങള്, പിന്നെ ഈ പറയുന്ന മറ്റ് ശാരീരികമായിട്ടുള്ള കണ്ടെത്തലുകള്, ലാബ് ഡാറ്റകള്, ലബോറട്ടറി ഡാറ്റകള്. അപ്പൊ അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വിവരങ്ങളുടെ അളവ്, അതിന്റെ വ്യാപ്തി ഇരിക്കുന്നത്. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? അതായത് നമുക്കിപ്പോ ശാരീരിക പരിശോധനയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ ആ ഒരു വ്യാപ്തിയെ പറ്റിയാണ് പറയുന്നത്. ആ വ്യാപ്തിയിൽ പറയുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയാണ്. നമുക്ക് ഒരു പീഡിയാട്രിക് പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും, കുട്ടികളാണെന്ന് വിചാരിക്കും, കുട്ടി പേഷ്യൻസ് ആണെന്ന് വിചാരിക്കും. അവരെ സംബന്ധിച്ച് നമ്മള് അവരിൽ നിന്നും എന്താണ് കളക്ട് ചെയ്യുന്ന ഡാറ്റ എങ്ങനെയായിരിക്കും? അവരുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. അവരുടെ ഗ്രോത്ത്, പ്രത്യേകിച്ച് അവരുടെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അതേസമയം ഒരു ജെറിയാട്രിക് പേഷ്യൻസ് ആണെന്ന് വിചാരിക്കും, അതായത് പ്രായാധിക്യമുള്ള രോഗികളാണെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ എന്താണ്, അവർക്കാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ് അല്ലെ. പ്രായം മൂലം ഒരുപാട് അസുഖങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ അവിടെ ശേഖരിക്കുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോ അതുപോലെ തന്നെ സെക്സ് ഓഫ് ദ പേഷ്യന്റ്, അതായത് ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ. ഇപ്പൊ മെയിൽ ആണെങ്കിൽ അവരുടെ എന്താ പറയാ, ഈ പറയുന്ന ഹെൽത്ത് മീൻസ് അവരുടെ സെക്സ് മീൻസ് മെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഫീമെയിൽസ് ആണെങ്കിൽ അവരുടെ ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളായിരിക്കും അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് സിംറ്റംസുകൾ അല്ലെ, ലക്ഷണങ്ങള്. ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ട് വളരെ സിവിയർ സിംറ്റംസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശാരീരിക പരിശോധന ആവശ്യമായിട്ട് വരും അല്ലെ. വളരെ തീവ്രമായിട്ടൊരു അസുഖമായിട്ട് ഒരാള് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ഫിസിക്കൽ എക്സാമിനേഷൻസ് അവിടെ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ അളവിൽ വ്യത്യാസം വരുന്നില്ലേ? ചെറിയൊരു പരിശോധനയോട് ചിലപ്പം നടന്നുകൊണ്ട് വരില്ല, കുറച്ച് ഡീപ്പായിട്ട് കുറെ കൂടെ എന്താ പറയാ ആഴത്തിൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ ഫിസിക്കൽ ഫൈൻഡിങ്സ് അല്ലെ, ശാരീരികമായിട്ടുള്ള ഇപ്പൊ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഫൈൻഡിങ്സിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കൂടുതൽ ഫിസിക്കൽ എക്സാമിനേഷൻ അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ലബോറട്ടറി ഡാറ്റ. ലാബിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൂടുതൽ ഫിസിക്കൽ എക്സാമിനേഷൻസും ടെസ്റ്റുകളൊക്കെ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്.
അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ദ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ്, അതായത് ശാരീരിക പരിശോധനയിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അളവ്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്തിലേക്ക് ആശ്രയിച്ചിരിക്കും? ഏജ്, സെക്സ് ഓഫ് ദ പേഷ്യന്റ്, സിംറ്റംസ്, ഫിസിക്കൽ ഫൈൻഡിങ്സ് ആൻഡ് ലബോറട്ടറി ഡാറ്റ. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ഫിസിക്കൽ എക്സാമിനേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? എന്താണ് ആരോഗ്യം ഇല്ലാത്തത്? മനസ്സിലാവുന്നില്ലേ? ശരി, അടുത്തതാണ് കേട്ടോ ഫിസിഷ്യൻ ഓർഡർ. നെക്സ്റ്റ് എന്താണ്? ഫിസിഷ്യൻ ഓർഡർ. എന്താണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫിസിഷ്യൻ ഓർഡർ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? അതായത് ഒരു ഡോക്ടറുടെ ഓർഡർ ആയിരിക്കും അല്ലെ? ആരോടുള്ള ഓർഡർ ആയിരിക്കും? അതായത് നമ്മുടെ രോഗിക്ക് പരിചരണം കൊടുക്കുന്നതിനെ പറ്റിയും രോഗിക്ക് എന്തെല്ലാം മരുന്നുകൾ കൊടുക്കുന്നതിനെ പറ്റിയും മറ്റുള്ള എന്താ പറയാ സ്റ്റാഫുകൾക്ക് അല്ലെ, പറഞ്ഞ നഴ്സിംഗ് മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കൊക്കെ ഒരു ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ. നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വാക്കാൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ രേഖാമൂലം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പേഷ്യന്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളല്ല കേട്ടോ. ഒരു പേഷ്യന്റിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യാണ്? അവരെ പരിചരിക്കുന്ന നഴ്സുമാർക്കും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കേട്ടോ. അതിനെയാണ് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് വായിക്കാം. The written or oral orders that constitute the attending physician's direction to nursing and auxiliary services. Auxiliary എന്ന് വെച്ചാൽ സപ്പോർട്ടിംഗ് സർവീസസ് ആണ് കേട്ടോ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളാണ്. ആൻഡ് കൺസേണിംഗ് ഓൾ ദ മെഡിക്കേഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് ഓഫ് ദ പേഷ്യന്റ്. ഒന്നുമില്ല, അതായത് ഒരു രോഗിക്ക് വേണ്ട അവരുടെ ചികിത്സകൾ, അവർക്ക് എന്തെല്ലാം മരുന്നുകളൊക്കെ കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് നഴ്സുമാർക്കും മറ്റ് എന്താ പറയാ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും ഫിസിഷ്യൻസ് വാക്കാലോ രേഖാമൂലമോ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെ, ഡയറക്ഷൻസ് ആണ്. ചിലപ്പോൾ ഫിസിഷ്യൻ ഡോക്ടർ പറയും നഴ്സിന്റെ അടുത്ത് ഇന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറയും, വാക്കാൽ പറയും. ചിലത് അവർ എഴുതി കൊടുക്കും ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ദാറ്റ് ഈസ് കോൾഡ് ഫിസിഷ്യൻ ഓർഡർ. ഓക്കെ, അടുത്ത ക്ലിനിക്കൽ ഡാറ്റയിലൂടെ നമുക്ക് നോക്കാം. പ്രോഗ്രസ് നോട്ട്സ് കേട്ടോ. എന്താണ് പ്രോഗ്രസ് നോട്ട്സ്? പ്രോഗ്രസ് നോട്ട്സ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്താണ്? പ്രോഗ്രസ് ആണ് അല്ലെ. അതായത് ഒരു എന്താ പറയാ രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, അതിനുശേഷം അവര് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ എന്താണ് ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹെൽത്ത് കുറച്ചും കൂടെ പ്രോഗ്രസ് വരും അല്ലെ, കുറെ കൂടെ ബെറ്റർ ആവും. അതെന്നെ മാറ്റം വരും. കാരണം അതെന്നെ അപ്പൊ ആ മാറ്റത്തെ പറ്റിയുള്ള മിക്കവാറും നല്ലൊരു പ്രോഗ്രസ് ആണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ. ഒരു പുരോഗതിയാണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള വിവരങ്ങൾ, അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് കേട്ടോ പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. അത് ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഡിസ്ചാർജ്. അതായത് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആണ്? കോസ് ഓഫ് ദ പേഷ്യൻസ് ഇൽനെസ് അല്ലെ, പേഷ്യന്റിന്റെ രോഗ കാരണം എന്താണ്? ദാറ്റ് മീൻസ് അഡ്മിഷന് വരുമ്പോഴത്തെ കാര്യമാണ്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ അവർ അഡ്മിറ്റ് ആവുന്നത്, ആ ഒരു പേഷ്യന്റിന് അതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ ഇൽനെസ്സിന് കാരണം എന്താണ്? അതുപോലെ തന്നെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ളവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫോളോ അപ്പ് കെയർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. പിന്നെന്താണ്? ആൻഡ് സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞ ചുരുക്കി പറഞ്ഞ എന്താണ്? ഒരു രോഗി അഡ്മിറ്റ് ആവുന്നത് തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഒരു പ്രോഗ്രസ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആണ്? കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. ഓക്കെ, രണ്ടാമത്തത് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, പരിചരണം കൊടുക്കും. അപ്പൊ ഓരോ പരിചരണത്തിനോടും അവരുടെ റെസ്പോൺസ്, പേഷ്യന്റിന്റെ റെസ്പോൺസ് എന്ന് വെച്ചാൽ അവരുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നന്നായിട്ടാണോ അതോ മോശമായിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ്? സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ. ഈ 3 കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രസ് നോട്ട്സ്. അപ്പൊ ഈ പറയുന്ന പ്രോഗ്രസ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് അല്ലെ. അവര് നോക്കുന്ന ഫിസിഷ്യൻ ആണ് എന്ത് ചെയ്യുന്നത്? ആ പ്രോഗ്രസ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചോദിക്കാം കേട്ടോ, നിങ്ങളോട് ചോദിക്കാം, ആരാണ് ഒരു പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്? അതിനുള്ള റെസ്പോൺസിബിലിറ്റി, ലൈബിലിറ്റി ആർക്കാണ്? അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ എന്താണ്?
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. അത് തന്നെയാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ആ പോയിന്റ് കേട്ടോ. പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും? അഡ്മിഷൻ നോട്ട് ഉണ്ടായിരിക്കും അല്ലെ? അഡ്മിഷൻ ദാറ്റ് മീൻസ് അതന്നെയാണ് നമ്മൾ പറഞ്ഞത്, കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ് അല്ലെ? പേഷ്യന്റിന്റെ ആ ഒരു രോഗ കാരണം എന്താണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കുമല്ലോ അവർ അഡ്മിറ്റ് ആയിട്ടുണ്ടാവുക. അപ്പൊ അഡ്മിഷൻ നോട്ട്, പിന്നെന്താണ് ഫോളോ അപ്പ് നോട്ട്. ഫോളോ അപ്പ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്. കാര്യം എന്താണ് ഫോളോ അപ്പ് നോട്ട് എന്ന് പറയുമ്പോൾ അവരവിടെ അഡ്മിറ്റ് ചെയ്യുന്നു, അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ്സ് പരിചരണങ്ങൾ കൊടുക്കുന്നു, അത് കൃത്യമായിട്ട് ക്രമീകരിച്ച് അത് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലെ? അതാണ് ഫോളോ അപ്പ് നോട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്, അതെന്ത് തന്നെയാണ് ഫൈനൽ നോട്ടാണ് അല്ലെ? ഡിസ്ചാർജ് സമയത്ത് അവരുടെ അവസ്ഥ എന്താണ്, ഡിസ്ചാർജ് അതെന്താണ് ഡിസ്ചാർജ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പൊ 3 നോട്ടുകൾ അടങ്ങുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ്? അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് ഫൈനൽ നോട്ട്. അതിനകത്ത് അഡ്മിഷൻ നോട്ടിനകത്ത് എന്തൊക്കെയാണെന്ന് പ്രത്യേകം അവർ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കാം. ദ അഡ്മിഷൻ നോട്ട് കൺസിസ്റ്റ് ഓഫ് ദ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഓക്കെ, അതായത് അഡ്മിഷൻ സമയത്തുള്ള ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് അത് കൃത്യമായിട്ട് അഡ്മിഷൻ നോട്ടിനകത്ത് രേഖപ്പെടുത്തും അല്ലെ? അത് മാത്രമല്ല ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്കഡ് ഹിയർ. അതായത് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അവരുടെ വിവരങ്ങൾ അല്ലെ, ഫിസിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈ ഒരു അഡ്മിഷൻ നോട്ടിനകത്ത് എന്ത് ചെയ്തിരിക്കും? രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, ഇനി പ്രോഗ്രസ് നോട്ട്സ് ഇൻക്ലൂഡ് ഓൾ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് ആൻഡ് പേഷ്യൻസ് റെസ്പോൺസ് ടു ഈച്ച്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ? പ്രോഗ്രസ് നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിനായിട്ട് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളെ പറ്റിയും ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസ് അല്ലെ, അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് എന്തുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഒരു പ്രോഗ്രസ് നോട്ടിനകത്ത് അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട്, ഫൈനൽ നോട്ട്, ഇത് 3 അടങ്ങുന്നതാണ് പ്രോഗ്രസ് നോട്ട്. ഒരു പ്രോഗ്രസ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാട്ടോ. അത്രയുള്ള അടുത്തതാണ്, അടുത്ത ക്ലിനിക്കൽ ഡാറ്റയാണ് പാത്തോളജി റിപ്പോർട്ട്സ് കേട്ടോ. ഇതാണ് പാത്തോളജി റിപ്പോർട്ട്സ്. പാത്തോളജി റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലബോറട്ടറി റിപ്പോർട്ട് പോലെ തന്നെയാണ് കേട്ടോ. ലാബ് റിസൾട്ട്, അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ലാബ് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ആണ് അതുമായിട്ട് റിലേറ്റഡ് ആണ്. ലാബ് റിസൾട്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മുടെ ഈ പറയുന്ന ബ്ലഡ്, ഓക്കെ, ബ്ലഡ്, പിന്നെ സെറം, അങ്ങനെയുള്ളതിലേക്ക് പരിശോധന നിങ്ങൾ പഠിച്ചില്ലേ? ലബോറട്ടറി സർവീസ് ഒക്കെ പഠിച്ചില്ലേ? മൈക്രോബയോളജി അനാലിസിസ്, ബയോകെമിസ്ട്രി, അതുപോലെയൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതേസമയം പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻ ഓഫ് ടിഷ്യൂസ്, അതുപോലെ തന്നെ സെല്ലുകള്, ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണെന്ന് അറിയുമ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുടെ അവിടെയാണ് നമ്മൾ പാത്തോളജി ടെസ്റ്റ് എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത്. സംഭവം ലാബ് ടെസ്റ്റ് തന്നെയാണ്, പക്ഷെ പാത്തോളജി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനേഷൻ ഓഫ് ദ ടിഷ്യൂസ്, സെൽസ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണെന്ന് അറിയോ? ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ലൈക്ക് ക്യാൻസർ, അതായത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെയൊക്കെ അങ്ങനത്തെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ടിഷ്യൂസുകള്, സെല്ലുകള്, മറ്റു ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള പരിശോധനകളാണ് കേട്ടോ. അതിനെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും പാത്തോളജി റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. അവിടെയാണ് ഈ ബയോപ്സി ടെസ്റ്റുകളും മറ്റും അതിന്റെ വിശദാംശങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നേണ്ട, അത് തന്നെയല്ലേ ലാബ് ടെസ്റ്റ് ആണ്. ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം വരും, ബ്ലഡും മറ്റ് സെറം അങ്ങനെയുള്ള എല്ലാതും വരും കേട്ടോ. പാത്തോളജി എന്ന് പറയുമ്പോൾ കൂടുതൽ അവിടെ ടിഷ്യൂസ്, സെല്ലുകൾ, ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, വായിക്കാൻ നമുക്ക്. മൈക്രോസ്കോപ്പി ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂ expelled removed from patient during the time of surgery. Okay, or a specialized procedure, that means biopsy, to supply tissue for pathological analysis. അതായത് നമ്മൾ ഈ സമയത്ത് ശസ്ത്രക്രിയയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തള്ളുന്നതോ റിമൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ടിഷ്യൂസുകൾ അല്ലെ, ടിഷ്യൂസ് ഉണ്ടായിരിക്കും. അതിനെ പറ്റിയുള്ള ഇവർ പറയുന്ന മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും. അതുപോലെ തന്നെ നമ്മൾ പാത്തോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ബയോപ്സി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിഷ്യൂ സാമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ളതിന്റെയൊക്കെ വിവരങ്ങളും വിശദാംശങ്ങളും ആണ് ഏതിനകത്ത് ഉണ്ടായിരിക്കാം? പാത്തോളജി റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ?
പാത്തോളജി റിപ്പോർട്ട് എന്താണ്? അടുത്തത് എന്താണ്? റേഡിയോളജി റിപ്പോർട്ട്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ എക്സ്റേ എടുക്കുന്നു, കുറെ സ്കാനിങ്ങും മറ്റൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? അതായത് CT സ്കാൻ, MRI സ്കാൻ, അൾട്രാസൗണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അപ്പൊ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളായിരിക്കും ഏതിനകത്ത് ഉണ്ടായിരിക്കാം? റേഡിയോളജി റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് എക്സ്റേ, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, തെർമോഗ്രഫി, സീറോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി. എക്സ്റേ ഉണ്ടായിരിക്കും, റേഡിയോ ആക്റ്റീവ് സ്കാനിങ് അല്ലെ? നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ഈ പറയുന്ന സ്കാനിങ് പർപ്പസിനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തെർമോഗ്രഫി അല്ലെ? തെർമോഗ്രഫി എന്ന് പറയുന്നത് തേം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർക്കുക ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ് അല്ലെ? തേം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആണ്. തെർമോഗ്രഫി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ തെർമോഗ്രഫി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു താപ വ്യതിയാനങ്ങൾ കണ്ടെത്താനും അതുപോലെ അതൊക്കെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു രീതി തന്നെയാണ് കേട്ടോ തെർമോഗ്രഫി എന്നാണ് പറയുക. തെർമോഗ്രഫി കേട്ടോ. പിന്നെ സീറോഗ്രഫി. സീറോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സിറോക്സ് എന്ന് ഓർത്താൽ മതി. നമ്മളറിയാം സിറോക്സ് എന്ന് പറഞ്ഞ ശരിക്കും എന്താ? ഫോട്ടോ കോപ്പി എടുക്കാൻ. എക്സ്റേ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ കോപ്പി പോലെയല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓർത്ത് എക്സ്റേ തന്നെയാണ് കേട്ടോ സീറോഗ്രഫി. അതെ, സിറോക്സ് എന്ന് ഓർത്താൽ മതി, കോപ്പി എടുക്കൂലേ നമ്മള്. അതുപോലെ തന്നെയാണ് സീറോഗ്രഫി. നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ കോപ്പി പോലെയാണല്ലോ എന്നത് കേട്ടോ, അതന്നെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അൾട്രാസോണോഗ്രഫി, അതായത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്നു അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ വിശദാംശങ്ങളായിരിക്കും ഏതിനകത്ത് ഉണ്ടായിരിക്കാം? റേഡിയോളജി റിപ്പോർട്സിനകത്ത് ഉണ്ടായിരിക്കാം. അടുത്തതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസൾട്ടേഷൻ റിപ്പോർട്ട് അതായത് ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഡോക്ടറുടെ ഒപ്പീനിയൻ ആയിരിക്കും അല്ലെ? ഒരു രോഗിയുടെ അവസ്ഥയെ പറ്റിയുള്ള ഡോക്ടറുടെ അഭിപ്രായം, ഈ ഡോക്ടറിന്റെ ഒരു രേഖപ്പെടുത്തൽ, അതാണ് എന്ത്? കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് an opinion of a patient's condition by a specialized physician. അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. അതർ ദാൻ ദ വേണ്ട കേട്ടോ. അതർ ദാൻ ദ കയറി വന്നിട്ടുണ്ട്, അത് വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഫിസിഷ്യൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയുള്ള ഫിസിഷ്യന്റെ ഒരു ഒപ്പീനിയൻ ആണ് അല്ലെ? ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡന്റ് അപ്പോൺ ദ റിവ്യൂ ഓഫ് ദ പേഷ്യന്റ്സ് മെഡിക്കൽ റെക്കോർഡ്, an examination of attending physician. ഒരു ഫോം ഇടുന്നു കേട്ടോ. ദ പേഷ്യന്റ് കോൺഫറൻസിങ്, പേഷ്യന്റ് ആൻഡ് കോൺഫറൻസിങ് അല്ലെ? ആൻഡ് വേണ്ട കേട്ടോ, ആൻഡ് എ വേണ്ട, അഫക്ട് ദ പേഷ്യന്റ് കോൺഫറൻസിങ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ എന്ന് വായിക്കുക കേട്ടോ. അതായത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഒരു രോഗിയുടെ പറ്റിയുള്ള ഡോക്ടറുടെ ആ ഒരു അഭിപ്രായം, അവരുടെ ഒരു ഒപ്പീനിയൻ ആണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അത് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആ ഒപ്പീനിയൻ രേഖപ്പെടുത്തുന്നത്? വെറുതെ ഒരു ഒപ്പീനിയൻ എഴുതി വെക്കുവാണോ? അല്ല. പിന്നെ എന്തിനെയൊക്കെ ആശ്രയിച്ച് എന്തെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്? ഒന്ന് റിവ്യൂ ഓഫ് ദ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് അവലോകനം ചെയ്ത് അല്ല അതിനെ വിലയിരുത്തിയിട്ടും, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ, രോഗിയെ പരിശോധിച്ചു, അതുപോലെ തന്നെ ഈ പറയുന്ന അറ്റൻഡിങ് ഫിസിഷ്യനുമായിട്ടുള്ള ആ രോഗിയുടെ ചർച്ചയ്ക്കൊടുവിൽ അല്ലെ? ഈ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവരൊക്കെയുള്ള കോൺഫറൻസിങ്, അവരായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടർ രേഖപ്പെടുത്തി വെക്കുന്നത് അല്ലെ? അപ്പൊ വെറുതെ എല്ലാവരും ഒപ്പീനിയൻ എഴുതുന്നത് അത് രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് അവലോകനം ചെയ്തു, രോഗിയെ പരിശോധിച്ചു, അതുപോലെ പേഷ്യൻസ് ആയിട്ടുള്ള കോൺഫറൻസിലൂടെയൊക്കെയാണ് ആ ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ടില് എന്താണ് ഡോക്ടർ തന്റെ കാര്യങ്ങൾ, അതായത് രോഗിയെ പറ്റിയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, അതാണ് കേട്ടോ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് അനസ്തേഷ്യ റിപ്പോർട്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? എന്തൊക്കെയാണെന്ന്. എന്തായിരിക്കും? അനസ്തേഷ്യയെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരിക്കും അല്ലെ? നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, the amount of concentration of anesthesia given, time given and effect. അതായത് നമ്മുടെ അനസ്തേഷ്യക്ക് നമ്മൾ ഓപ്പറേഷന് മുമ്പായിട്ട് കൊടുക്കുന്നതാണല്ലോ അനസ്തേഷ്യ. അപ്പൊ ഈ ഓപ്പറേഷന് മുമ്പായിട്ട് കൊടുക്കുന്ന അനസ്തേഷ്യ മെഡിക്കേഷൻ ഏതാണ്? അതിന്റെ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൻ, എത്ര അളവില് എത്ര കോൺസെൻട്രേഷനിലാണ് അനസ്തേഷ്യ അവർക്ക് കൊടുത്തിട്ടുള്ളത്, ടൈം ഗിവൻ ഏത് സമയത്താണ് കൊടുത്തത്, ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് അല്ല അതിന്റെ ഒരു എഫക്റ്റ് എന്താണ് എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് അനസ്തേഷ്യ റിപ്പോർട്ടിനകത്താണ് കേട്ടോ. അത് മാത്രമല്ല ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് അനസ്തെറ്റിക് ഏജന്റ്, ദ എമൗണ്ട്,
the technique used to execute it, the effect and duration of the anesthetic, the temperature, pulse, respiration and blood pressure, etc. അപ്പോ നമ്മൾ ഏത് അനസ്തെറ്റിക് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത്? അനസ്തെറ്റിക് മെഡിക്കേഷൻ ഏതാണ് ഉപയോഗിച്ചത്? നേരത്തെ പറഞ്ഞത് എമൗണ്ട് അല്ലെ, ഏത് അളവിലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? The technique used to execute it, ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർക്ക് അനസ്തേഷ്യ കൊടുത്തത്? നമുക്കറിയാം ചില ഇഞ്ചക്ഷൻ വഴി, അതായത് ഇഞ്ചക്ഷൻ വഴി കൊടുക്കാൻ പറ്റും, പിന്നെ പറയുന്ന മാസ്ക് വഴിയൊക്കെ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. ഏത് രീതിയിലാണ് അനസ്തേഷ്യ അവർക്ക് കൊടുത്തിട്ടുള്ളത്? അതിന്റെ ഇഫക്റ്റ് എന്താണ്? ഈ പറയുന്ന അനസ്തേഷ്യയുടെ ഡ്യൂറേഷൻ എത്ര നേരത്തേക്കാണ് ആ ഒരു അനസ്തേഷ്യ അവർക്ക് കൊടുത്തിട്ടുള്ളത്? അതോടൊപ്പം തന്നെ എന്താണ് രോഗിയുടെ വൈറ്റൽസ്, മീൻസ് അവരുടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ റീഡിങ്സുകൾ എല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തും. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ അനസ്തേഷ്യയെ പറ്റി പറഞ്ഞില്ല. അപ്പൊ നമ്മൾ 3 ടൈപ്പ് അനസ്തേഷ്യ ഒക്കെ പറഞ്ഞു, ഓർക്കുന്നില്ലേ നിങ്ങള്? ജനറൽ, ലോക്കൽ, റീജിയണൽ അനസ്തേഷ്യ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മള് ഒരു പോയിന്റ് അവിടെ പറഞ്ഞിരുന്നു, ഈ അനസ്തേഷ്യ സമയത്ത് രോഗിയുടെ ബ്ലഡ് പ്രഷർ, മറ്റു പൾസ്, റെസ്പിറേഷൻ റേറ്റ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യുമെന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അങ്ങനെയുള്ള മെഷർമെന്റ്സും അതിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തും. കറക്റ്റ് ആയിട്ട് ഹാരോൾഡ് BP ഒക്കെ നമ്മൾ നോക്കൂ അല്ലെ? അങ്ങനെയുള്ള ഡീറ്റെയിൽസും അനസ്തേഷ്യ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? പാപ്പിയമിക്കൽ ഡാറ്റ നമ്മുടെ അത് തന്നെ ഹാരോൾഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ? അതായത് കോൺഷ്യസ്നെസ്സിന്റെ ലെവൽ നമുക്ക് അറിയണം. ഇത്ര നേരത്തേക്കാണല്ലോ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. അതിന്റെ ഇഫക്റ്റ് ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഓപ്പറേഷൻ റിപ്പോർട്ട് അല്ലെ? അങ്ങനെ അനസ്തേഷ്യയുടെ റിപ്പോർട്ട് തയ്യാറാക്കി അടുത്തെന്താണ് ഓപ്പറേഷൻ ഒക്കെ നടത്തി ഓപ്പറേഷൻ റിപ്പോർട്ട് വേണം അല്ലെ? നോക്കാം നമുക്ക്. ഇത് ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി അല്ലെ? സർജറിയുടെ കൺസെന്റ് അതിനകത്ത് രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അതായത് രോഗിക്ക് സമ്മതം, നമ്മൾ പറഞ്ഞല്ലോ രോഗിയുടെ റൈറ്റ് ആണ്, അവരുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസെന്റ് ഫോർ സർജറി, സർജറിയുടെ കൺസെന്റ്, അതുപോലെ തന്നെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ ആൻഡ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ആൻഡ് ദ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യക്ക് മുമ്പും അനസ്തേഷ്യ സമയത്ത് എന്താണ് അവരുടെ അവസ്ഥ, അനസ്തേഷ്യക്ക് ശേഷമുള്ള റിപ്പോർട്ട്സുകൾ, പിന്നെ ഓപ്പറേറ്റീവ് റിപ്പോർട്ട് അല്ലെ, സർജറിയുടെ റിപ്പോർട്ടുകൾ, ഇങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് ഈ പറയുന്ന ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി അല്ലെ? നമ്മള് സർജറിക്ക് മുമ്പായിട്ടുള്ള ഒരു പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് റെക്കോർഡ് അവിടെ, പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കണം. നമ്മൾ സർജറിക്ക് മുമ്പുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു, അവരുടെ അവസ്ഥ എന്തായിരുന്നു, അത് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനനുസരിച്ച് കൊണ്ട് മാത്രമേ ഈ പറയുന്ന ഡോക്ടേഴ്സിന് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കും അല്ലെ? നമ്മളിപ്പോ സർജറിക്ക് പോകുന്നതിനേക്കാളും മുമ്പ് അവര് ആ രോഗിയുടെ കണ്ടീഷൻ ഒക്കെ ചിലത് സ്റ്റേബിൾ ആവണം അല്ലെ? സ്റ്റേബിൾ ആയില്ലെങ്കിൽ അവർ സർജറിക്ക് കൊണ്ടുപോകില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, സർജറിക്ക് മുമ്പായിട്ട് ഒരു പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് നിർബന്ധമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം. അത് റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ ആ ഒരു ഓപ്പറേഷൻ പ്ലാനിങ്ങും നടപടിക്രമങ്ങളൊക്കെ അവര് പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. സോ ഈ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ബിഫോർ ദ സർജറി. പിന്നെ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് full description of the detection, both the normal and abnormal, the organs explored, procedures, switches, drains and sponges used, name of surgeons and assistants. അപ്പോ അത് മാത്രമല്ല ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിരിക്കും. നോർമൽ ആയിട്ടുള്ളതും അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളില് ഏതൊക്കെ ഓർഗൻസ് ആണ് അവിടെ എക്സ്പ്ലോർ ചെയ്തത്, അതായത് ഏതെല്ലാം ഓർഗൻസ് ആണ് അവിടെ ഓപ്പറേഷനിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിരുന്നത്, പിന്നെ പ്രൊസീജിയേഴ്സ് എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുത്തിരുന്നു, സ്വിച്ചേഴ്സ് എന്ന് പറഞ്ഞ തുന്നലുകളാണ് കേട്ടോ, ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള തുന്നലുകള്. അതുപോലെ തന്നെ ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, എന്തൊക്കെ സ്പോഞ്ചസും ഡ്രെയിൻസും ആണ് ഓപ്പറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഡ്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഓപ്പറേഷന്റെ സമയത്ത് ഈ പറയുന്ന ബ്ലഡും മറ്റും നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം അല്ലെ? അതിനെ സക്ക് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലെക്സിബിൾ ട്യൂബ്സ് തന്നെയാണ് കേട്ടോ ഡ്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ് ചെയ്തു. അതോടൊപ്പം നെയിം ഓഫ് സർജൻസ് ആൻഡ് അസിസ്റ്റൻസ് അല്ലെ? സർജറി ചെയ്ത വ്യക്തികളുടെ സർജൻസിന്റെ പേര്, അവരുടെ അസിസ്റ്റൻസ് ആയിട്ട് നിന്നവര്, അങ്ങനെ എല്ലാ വിശദാംശങ്ങളും ഇതിനകത്തുണ്ടായിരിക്കും, ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തി. ഓക്കെ, അടുത്തതാണ്
റിക്കവറി റൂം റെക്കോർഡ്. അതാണ് റിക്കവറി റൂം റെക്കോർഡ്. അനസ്തേഷ്യ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു, ഓപ്പറേഷൻ കഴിഞ്ഞ അടുത്ത് എന്താണ് റിക്കവറി റൂമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവും റിക്കവറി റൂം റെക്കോർഡ് കേട്ടോ. ഇറ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് റെക്കോർഡ് ഫ്രം ദ ടൈം ദ പേഷ്യന്റ് ലീവ്സ് ദ ഓപ്പറേറ്റിംഗ് റൂം till he reaches the nursing room. എന്താണ് പറയുന്നത്? അതായത് ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂം വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നത് റിക്കവറി റൂം റെക്കോർഡിനകത്താണ്. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും? അവരെ റിക്കവറി റൂമിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു ഓപ്പറേഷൻ അനസ്തേഷ്യയുടെ എഫക്ട് ഒക്കെ മാറുന്നത് വരെ അവരെ നമ്മൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? റിക്കവറി റൂമിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷൻ റൂം വിടുന്നത് തൊട്ട് നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്നതാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നഴ്സിംഗ് നോട്ട്സ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്ലെ, നഴ്സിംഗ് നോട്ട്സ്. നഴ്സാണ് ആ നോട്ട്സുകളെല്ലാം തയ്യാറാക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ നഴ്സസ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്, കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് given to the patient and the patient's response to the treatment അല്ലെ. അതായത് ഒരു രോഗിയെ പറ്റിയുള്ള നഴ്സിന്റെ ഒബ്സർവേഷൻസ്, അവരുടെ നിരീക്ഷണങ്ങൾ, അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തു, എന്തെല്ലാം ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തു, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള രോഗിയുടെ ആ ഒരു റെസ്പോൺസ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വിവരങ്ങളാണ് അല്ലെ നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തുന്നത്. ആരാണത് നഴ്സ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത് അല്ലെ. It narrates the patient's requirements, problems, capabilities and limitations in respect of the patient behavior. മൊത്തത്തിൽ എന്താണ് നഴ്സിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ അതിനെന്തെല്ലാം കാര്യങ്ങളുണ്ട്? ആ ഒരു പേഷ്യന്റിന്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ ആവശ്യകതകള്, അവരുടെ പ്രോബ്ലംസ്, അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ സ്ട്രെങ്ത്, അവർക്ക് എന്തെല്ലാം എബിലിറ്റീസുകൾ ഉണ്ട്. കാര്യം എന്തായാലും അവര് പൂർണ്ണമായിട്ടും ഹെൽത്തി ആയിരിക്കില്ല, എങ്കിൽ കൂടിയും അവർക്ക് അത്യാവശ്യം ചില കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും, അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവരുടെ ചില സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസ്, പിന്നെ ലിമിറ്റേഷൻസ്, അവർക്ക് ഈ പറയുന്ന പല പരിമിതികൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നഴ്സിംഗ് നോട്ട്സിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ ടു ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡർ. അതായത് ഒരു രോഗിക്ക് നൽകിയിട്ടുള്ള ആ ഒരു മെഡിക്കൽ കെയർ, ആ മെഡിക്കൽ കെയറിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം നഴ്സിംഗ് മെഷേഴ്സുകളാണ് അവർ എടുത്തിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളും ഈ ഒരു നഴ്സിംഗ് നോട്ട്സിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. നഴ്സ്, നമുക്കറിയാം ഡോക്ടേഴ്സ് അവരെ നോക്കുന്നുണ്ട്, ഡോക്ടർ ചികിത്സിക്കുന്നു, നഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പൊ അവർക്ക് വേണ്ട ആ ഒരു പരിചരണം കൊടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നഴ്സിംഗ് മെഷേഴ്സ് എന്തൊക്കെ എടുത്തു, നഴ്സുമാർ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ്, എന്തെല്ലാം മെഷേഴ്സ് ആണ് അവർ എടുത്തിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളും ഒരു നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? എന്താണ് നഴ്സിംഗ് നോട്ട് എന്ന് പറഞ്ഞൊന്നുമില്ല, പേഷ്യന്റിനെ പറ്റിയുള്ള നഴ്സിന്റെ ഒബ്സർവേഷൻ, അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ വരുന്നത്. അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ ബിഹേവിയറിനെ ബേസ് ചെയ്ത് അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ കേപ്പബിലിറ്റീസ്, ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം പരിചരണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെല്ലാം നഴ്സിംഗ് മെഷേഴ്സ് ആണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നഴ്സിംഗ് നോട്ട്സിനകത്ത് രേഖപ്പെടുത്തും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? അടുത്തത് എന്താണ്? TPR ചാർട്ട് അല്ലെ. TPR ചാർട്ട്, അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ TPR T സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, T സ്റ്റാൻഡ്സ് ഫോർ അല്ലെങ്കിൽ R സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. T എന്താണ്? ടെമ്പറേച്ചർ ആണ് അല്ലെ. P എന്താണ്? പ്രഷർ ആണ്. R എന്താണ്? റെസ്പിറേഷൻ ആണ് അല്ലെ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സ് ആർ ലിസ്റ്റഡ് ഇൻ ദിസ് ഫോം. TPR ചാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മെഷർമെന്റ്സുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. അറിയാലോ? പിന്നെന്താണ്? മെഡിക്കേഷൻ ഷീറ്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മെഡിക്കേഷൻ ഷീറ്റ് ആണ് അല്ലെ. അതായത് മെഡിസിൻസിനെ പറ്റിയുള്ള, രോഗിക്ക് കൊടുത്ത മെഡിസിൻസിനെ പറ്റിയുള്ള വിശദാംശങ്ങളായിരിക്കും ഈ ഒരു ഷീറ്റിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് ഗിവൺ ഓറലി, ഓറലി കഴിഞ്ഞിട്ട് കോമ വേണം കേട്ടോ, ഓറലി, ടോപ്പിക്കലി, ബൈ ഇൻഹേലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. ഓക്കെ, എന്താണ്? പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ അത് തന്നെ. ഓക്കെ, TPR എന്ന് പറഞ്ഞാല് എന്താണ്? ടെമ്പറേച്ചർ, പ്രഷർ,
റെസ്പിറേഷൻ ട്ടോ. ഇതൊക്കെ 3 വൈറ്റൽസ് ആണ് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന വൈറ്റൽസ് ആണ്. ടെമ്പറേച്ചർ നോക്കും, പ്രഷർ നോക്കും, റെസ്പിറേഷൻ നോക്കും അല്ലെ. അങ്ങനെയുള്ളതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ TPR ചാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തുക കേട്ടോ. ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ആദ്യം ഡോക്ടറെ കാണുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ വൈറ്റൽസ് അവർ ചെക്ക് ചെയ്യും അല്ലെ. അതിനകത്ത് നമ്മുടെ ടെമ്പറേച്ചർ നോക്കും, പൾസ്, മറ്റേ ഓക്സിജൻ സാച്ചുറേഷൻ ഇതൊക്കെ നോക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് TPR ചാർട്ടിനകത്താണ് കേട്ടോ. ഓക്കെ, അതിലേക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഡിസിൻസിനെ പറ്റി പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് എന്താണ്? ഇൻഹേലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ അല്ലെ. ഇൻഹേലേഷൻ നമ്മുടെ ശ്വസനത്തിലൂടെയും അതുപോലെ ഇൻഫ്യൂഷൻ അല്ലെ. ഇൻഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾ കൊടുക്കില്ല, ആ രീതിയിൽ ഇൻഫ്യൂഷനിലൂടെയും പിന്നെ ഓറലി അല്ലെ നമ്മുടെ വായിലൂടെയും പിന്നെ എന്താ പറയുന്നത് ടോപ്പിക്കലി. ടോപ്പിക്കലി എന്ന് പറഞ്ഞ വാക്കെന്താ? ടോപ്പിക്കലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് മെഡിസിൻസ് ഡയറക്ട്ലി ഇൻ ടു ദ ബോഡി സർഫസ് ആണ് കേട്ടോ. നമ്മുടെ ശരീരം ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഓയിൽമെന്റ് ഒക്കെ ഉപയോഗിക്കില്ലേ. ഇപ്പൊ നമുക്ക് സ്കിൻ റാഷസ്, സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓയിൽമെന്റ് ഉപയോഗിക്കും അല്ലെ. നേരിട്ട് നമ്മൾ എന്താണ് ബോഡി സർഫസിൽ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളാണ് അല്ലെ. ആ രീതിയിൽ വായിലൂടെയും അതാണ് ടോപ്പിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് മെഡിസിൻ ഡയറക്ട്ലി ടു ദ സർഫസ് ഓഫ് ദ ബോഡി ട്ടോ. ഓക്കെ, ഓയിൽമെന്റ് ഓർത്താൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന, അതായത് ശ്വസനത്തിലൂടെയും ഇൻഫ്യൂഷനിലൂടെയൊക്കെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നത് ഈ ഒരു മെഡിക്കേഷൻ ഷീറ്റിനാണ് കേട്ടോ. അത് GP അപ്ലൈ ട്ടോ. അത് മാത്രമല്ല the date, time, name of drug, dose and proof by which dose given are documented after the drug has been administered. അതായത് ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഡ്രഗ് കൊടുത്ത തീയതി അല്ലെ, അതിന്റെ ഡേറ്റ്, അതായത് സമയത്താണ് കൊടുത്തത്, ആ മരുന്നിന്റെ പേര് എന്താണ്, എത്ര ഡോസിലാണ് കൊടുത്തത്, ഏത് റൂട്ടിലൂടെ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞില്ല, വായിലൂടെ കൊടുക്കാം, ടോപ്പിക്കലി കൊടുക്കാം, ഇൻഫ്യൂഷനിലൂടെ അതുപോലെ തന്നെ ഇൻഹേലേഷനിലൂടെ ഒക്കെ കൊടുക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ മറ്റേ ഇതൊക്കെ ചെയ്യില്ലേ, എന്താണ് നെബുലൈസ് ചെയ്യാം, അങ്ങനെയുള്ളത് അതൊക്കെ നമ്മൾ ഇൻഹേലേഷനിലൂടെയാണ് അത്തരം മരുന്നുകൾ എടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇൻഫ്യൂഷനുണ്ട് അല്ലെ, സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ IV ഒക്കെ വഴിയായിട്ടും നമ്മൾ മെഡിസിൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഏത് റൂട്ടിലൂടെയാണ് മരുന്ന് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ മെഡിക്കേഷൻ ഷീറ്റിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് മിസ്സലേനിയസ് റിപ്പോർട്ട്സ് ആണ്, മറ്റുള്ള റിപ്പോർട്ട്സുകൾ കേട്ടോ. ദ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ സച്ച് ആസ് ICU, CCU etc. ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഫോം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകളായ ICU, അതുപോലെ CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അതുപോലെ തന്നെ കാർഡിയാക് കെയർ യൂണിറ്റ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകളിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ വിശദാംശങ്ങളൊക്കെ മിസലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഫിസിക്കൽ തെറാപ്പി. ദാറ്റ് മീൻസ് ഫിസിയോതെറാപ്പി ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസിയോതെറാപ്പി റിപ്പോർട്ട്സുകളാണ്. ഇറ്റ് ഗീവ്സ്, കുറച്ച് സ്പീഡിലാണ് കേട്ടോ പറയുന്നത്, കാര്യം ഇതിന് വലിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, കാര്യം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഫിസിക്കൽ തെറാപ്പി അതായത് ഫിസിയോതെറാപ്പി. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് വിച്ച് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് എക്സസൈസ്, ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഫിസിക്കൽ മീൻസ് ടു ബ്രിങ് ബാക്ക് ദ പേഷ്യന്റ് ടു യൂസ്ഫുൾ ആക്ടിവിറ്റി അല്ലെ. അതായത് നമ്മൾ ഫിസിയോതെറാപ്പി എന്തിനാ ചെയ്യുന്നത്? നമ്മള് അവരെ ആ ഒരു പഴയൊരു പ്രവർത്തനത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരൊരു യൂസ്ഫുൾ ആക്ടിവിറ്റിയിലോട്ട് അല്ലെ, അവരുടെ ഒരു പഴയ പ്രവർത്തനത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വ്യായാമം, ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട്, മറ്റ് ശാരീരിക മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് അല്ലെ. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിന്റെ അത്തരം അസസ്മെന്റും ട്രീറ്റ്മെന്റ്സുകളുടെയൊക്കെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പി റിപ്പോർട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് അവര് ഫിസിയോതെറാപ്പി ചെയ്തത്, അതിന്റെ അസസ്മെന്റുകളും ട്രീറ്റ്മെന്റുകളുടെ ഒക്കെ വിശദാംശങ്ങളാണ് ആ ഒരു റിപ്പോർട്ടിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതാണ് സോഷ്യൽ സർവീസ് ഡാറ്റ. എന്തായിരിക്കും സോഷ്യൽ സർവീസ് ഡാറ്റ? ഇറ്റ് മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് the problems identified by the patient, his family and the social worker അല്ലെ. അതായത് ഒരു രോഗി അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങള്, അതുപോലെ അവരുടെ സാമൂഹിക വിവരങ്ങള്, അവർ നേരിടേണ്ടി വരുന്നതൊക്കെ അറിയാലോ.
അതായത് സോഷ്യലി അവര് ചിലപ്പോൾ നേരിടുന്ന ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, ചില വെല്ലുവിളികളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവരുടെ സാമൂഹിക പശ്ചാത്തലം എങ്ങനെയാണ്, അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളായിരിക്കും സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ആ രോഗി ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് അവരുടെ സാമൂഹ്യ പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ അവർ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും സോഷ്യൽ സർവീസ് ഡാറ്റയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് അറിയാലോ, ഡിസ്ചാർജ് സമ്മറി. ഓൾറെഡി നമുക്കറിയാം അല്ലെ, ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രീഫ് റീക്യാപിറ്റുലേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു എന്താ പറയാ പരിചരണം അല്ലെ, അതിന്റെ ആ ഒരു പേഷ്യൻസ് സ്റ്റേ, അതിന്റെ ഒരു ബ്രീഫ് റീക്യാപിറ്റുലേഷൻ. റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ, പുനരാവിഷ്കരിക്കാന്നൊക്കെ നമ്മൾ പറയുന്നത്. പുനരാവിഷ്കരിക്കുക, പുനരാഖ്യാനം ഒക്കെയുള്ള അർത്ഥമാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു രോഗി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു കാലയളവിലുള്ള ആ ഒരു എപ്പിസോഡ് ഓഫ് കെയർ ഉണ്ടല്ലോ, ആ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള ഒരു സംഗ്രഹമാണ് അല്ലെ ഡിസ്ചാർജ് സമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ഇൻവോൾവ്സ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ. ഹോസ്പിറ്റലൈസേഷന്റെ കാരണം എന്താണ്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ്, പ്രൊസീജിയേഴ്സ് അല്ലെ, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് നടത്തി അല്ലെ അവരുടെ രോഗത്തെ പറ്റി. തെറാപ്പീസ് ഗിവൺ ആൻഡ് റെസ്പോൺസ്, എന്തെല്ലാം തെറാപ്പീസ് ചികിത്സകൾ അവർക്ക് കൊടുത്തു, അതിനോടുള്ള അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്. പിന്നെന്താണ്? കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ് അല്ലെ, ഡിസ്ചാർജ് സമയത്ത് അവരുടെ കണ്ടീഷൻ എന്താണ്, ഒരു സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങള്. ആൻഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിക്കേഷൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡയറ്റ് ആൻഡ് ഫോളോ അപ്പ് കെയർ. അതുകൂടാതെ എന്താണ്, ആ രോഗിയുടെ എന്താ മരുന്നുകളെ പറ്റി, കാരണം ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളെ പറ്റി, അവരെന്തെല്ലാം ശാരീരിക ആക്ടിവിറ്റീസ് അല്ലെ, ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടണം, അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്താണ്, എന്നാണ് ഫോളോ അപ്പിന് വരുന്നത് എന്നതിനെ പറ്റി ഡോക്ടർ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ അടക്കം ഏതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്? ഡിസ്ചാർജ് സമ്മറിക്കകത്ത് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് കണ്ടന്റ്. ക്ലിനിക്കൽ ഡാറ്റ മാത്രമായിട്ട് നമ്മൾ പറഞ്ഞത് ഏകദേശം ഒരു 10-21 കണ്ടന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മളിപ്പോ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ്സിലെ കണ്ടന്റിനെ പറ്റിയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ പറഞ്ഞത് കണ്ടന്റ് 2 കാറ്റഗറി ഉണ്ടായിരുന്നു. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, അത് നമ്മൾ കണ്ടു. പിന്നെ വന്നത് ക്ലിനിക്കൽ ഡാറ്റ, അത് 21 എണ്ണമാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് കേട്ടോ. അത് നിങ്ങളോട് ചോദിക്കാം, ഓരോ ക്ലിനിക്കൽ ഡാറ്റ ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഒരു രോഗിയുടെ പരിചരണത്തെ പറ്റി നഴ്സുമാർക്കും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കും ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അത് ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ് എന്ന് ചോദിക്കാം. അത് ഏത് ക്ലിനിക്കൽ ഡാറ്റയാണ്? അത് ഫിസിഷ്യൻ ഓർഡർ ആണ് അല്ലെ, ഫിസിഷ്യൻ ഓർഡർ ആണ്. അതുപോലെ തന്നെ ചിലപ്പോ ചോദിക്കാം, ഒരു പ്രോഗ്രസ് നോട്ട്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു, എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഈ പറഞ്ഞ അഡ്മിഷൻ നോട്ട് ഉണ്ട്, ഫോളോ അപ്പ് നോട്ട് ഉണ്ട്, ഫൈനൽ നോട്ട് ഉണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ക്ലിനിക്കൽ ഡാറ്റയാണ് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു രോഗി ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നത് തൊട്ട് ഒരു നഴ്സിംഗ് റൂം എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ക്ലിനിക്കൽ ഡാറ്റ താഴെ പറയുന്നതിൽ ഏതാണത്? റിക്കവറി റൂം റെക്കോർഡാണ് അല്ലെ, റിക്കവറി റൂം റെക്കോർഡ്. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്ലിനിക്കൽ ഡാറ്റ എന്നാവട്ടെ എടുത്ത് ചോദിക്കാം. ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പറഞ്ഞ കൺസൾട്ടേഷൻ റിപ്പോർട്ടും പാത്തോളജി റിപ്പോർട്ടും ഒക്കെ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം. ആ രീതിയിലായിരിക്കും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക. പിന്നെ TPR, T സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, R സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്തെന്താണ്? അസംബ്ലിംഗ് ഓഫ്. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ശരിയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ് ഫോംസിന്റെ അസംബ്ലിംഗ് എങ്ങനെയാണ്. നമ്മളിപ്പോ മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ അസംബ്ലിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും വിവരങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ അസംബിൾ ചെയ്തിട്ടാണ്, ഏത് രീതിയിൽ അസംബിൾ ചെയ്താണ് നമ്മളൊരു മെഡിക്കൽ റെക്കോർഡിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ഇതിന്റെ അസംബ്ലിംഗ് ഓർഡർ എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. The arrangement of forms within the folder is as follows.
ആ ഓർഡർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഏത് രീതിയിലാണ് അവിടെ അസംബിൾ ചെയ്ത് വെക്കുന്നത് വിവരങ്ങള്. ഒന്ന് ഔട്ട് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഒരു വിഭാഗം ഔട്ട് പേഷ്യന്റ് ആണ്. പിന്നെ കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടന്റുകളെ നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുന്നത്. അതായത് ഔട്ട് പേഷ്യന്റ് സംബന്ധമായുള്ള കാര്യങ്ങളാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫോൾഡർ പോലെ അതിനകത്ത് സൂക്ഷിക്കുന്നു. പിന്നെ കറസ്പോണ്ടൻസ് അല്ലെ, ഇടപാടുകൾ, പലതരത്തിലുള്ള ഇടപാടുകൾ, കത്തിടപാടുകളുണ്ട്, ഫാക്സ് വഴിയുള്ളതുണ്ട്, മെയിൽ വഴിയുള്ളതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് ആ രീതിയിൽ അസംബിൾ ചെയ്ത് വെക്കും. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻസ് അതിനകത്ത് ലാബ് പരിശോധനകള്, പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ അതിനകത്ത് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അസംബിൾ ചെയ്യുന്നു. പിന്നെ ഇൻപേഷ്യന്റ് കേട്ടോ, ഇൻപേഷ്യന്റ് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താ, നമുക്ക് പെട്ടെന്ന് എടുക്കാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമുണ്ട് അല്ലെ. കണ്ടന്റുകളാണെങ്കിൽ ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ എടുത്താൽ മതി, അതിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലെ. ഇപ്പൊ കറസ്പോണ്ടൻസ് സംബന്ധമായ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ആ ഒരു ഫോൾഡർ എടുത്താൽ നമുക്ക് അതിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അസംബിൾ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഏതാണ് ഓർഡർ? ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഇപ്പൊ ഓരോന്നും ഇതിന് വലിയ ക്വസ്റ്റ്യൻസ് വരാനൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് വായിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓരോന്നിനകത്ത് വരുന്നതെന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പീരിക്കൽ ഡാറ്റയില്ലേ, അതൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് ഓരോ കാറ്റഗറി ആയിട്ടൊക്കെ ഓരോ ഡിവിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക, ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഇറ്റ് കണ്ടെയ്ൻസ് ഔട്ട് പേഷ്യന്റ് ഫോം ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. അതായത് ഔട്ട് പേഷ്യന്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഫോംസ് ഉണ്ടായിരിക്കും, ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ്, അത് പ്രത്യേകിച്ച് ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് കേട്ടോ. അതായത് കാലക്രമത്തിനനുസരിച്ച് പഴയത് തൊട്ട് അങ്ങനത്തെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെക്കില്ലേ, പഴയ ഡേറ്റ് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം വരെ. അപ്പൊ അതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. കാലക്രമത്തിനനുസരിച്ചുള്ള ഫോളോ ഔട്ട് പേഷ്യന്റ് ഫോംസുകളും ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് നോട്ടുകളൊക്കെ ആയിരിക്കും ഏതിനകത്ത് ഉണ്ടാവാം, ഔട്ട് പേഷ്യന്റ് ഉണ്ടായിരിക്കാം കേട്ടോ. മറ്റുള്ള ഫോംസുകൾ ആവശ്യത്തിന് അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കും. അടുത്തതാണ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസിനകത്ത് എന്തെല്ലാം ആണ് വരുന്നത്? കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനകത്ത് ഇത് ഇൻക്ലൂഡ്സ് റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ടു ആൻ ഇൻവെസ്റ്റിഗേഷൻ, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ, നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം, ബർത്ത് നോട്ടിഫിക്കേഷൻ, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. ഇത്രയും വരുന്നത് കറസ്പോണ്ടൻസിലായിട്ടാണ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയോ, കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഇടപാടുകളാണ്. പൊതുവെ നമ്മൾ പറയും കത്തിടപാട് എന്ന് പറയും. കത്തിടപാട് മാത്രമല്ല, ഇതിപ്പോ കത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളതാണ് അല്ലെ. ഫാക്സ്, മെയിലുകള്, ഫീഡ്ബാക്സ് ഒക്കെ നമ്മൾ എടുക്കില്ല. കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇടപാടുകൾ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? റെഫറൽ ലെറ്റർ ഫോം, അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം, അങ്ങനെയുള്ള ഇൻഫർമേഷൻ, കൺസൾട്ടേഷൻ ഫോം, കൺസെന്റ് ഫോമുകള്, പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഓപ്പറേഷന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ഒക്കെ ഉണ്ടാവും, അത്തരത്തിലുള്ള പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം. ഇത് സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിൽ ബർത്ത് അതായത് നമ്മള് ചാപ്പിള്ള എന്നൊക്കെ പറയും, കുഞ്ഞുങ്ങൾ മരണപ്പെടില്ലേ, ചിലവര് പ്രസവത്തോടുകൂടി തന്നെ കുട്ടി മരണപ്പെടാം, അല്ലെങ്കിൽ എന്താ പ്രഗ്നൻസിയിൽ ഇരിക്കെ തന്നെ കുഞ്ഞുങ്ങൾ മരണപ്പെടാം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഫോമുകൾ കാര്യങ്ങൾ എന്നുവെച്ചാൽ അതിന്റെ എന്താ പറയാ സ്റ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് കുഞ്ഞ് ചിലപ്പോൾ ജനിച്ചോണ്ട് തന്നെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, ചിലവര് പ്രഗ്നൻസിയിൽ ഇരിക്കെ കുഞ്ഞുങ്ങൾ മരണപ്പെടാൻ പോകും. അപ്പൊ അങ്ങനെയുള്ളതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റും ഫോമുകളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബർത്ത് നോട്ടിഫിക്കേഷൻ പിന്നെ വേണമല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, മെഡിക്കൽ റിപ്പോർട്ട്, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്, ഇങ്ങനെയുള്ളതൊക്കെയാണ് കറസ്പോണ്ടൻസിനകത്ത് വരുന്നത്. രജിസ്റ്ററിൽ വായിച്ചാൽ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന്റെ വലിയൊരു ക്വസ്റ്റ്യൻ വരാനൊന്നുമില്ല, എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുന്നു കേട്ടോ. അടുത്തതാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം കൂടുതൽ എന്തായിരിക്കും, രോഗനിർണയ പരിശോധനകളായിരിക്കും. മിക്കവാറും ലാബ് പരിശോധനകളും പിന്നെ ഈ പറയുന്ന റേഡിയോളജി റിപ്പോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻസിനകത്ത് വരുന്നത്. അപ്പം ഫിസിക്കൽ എക്സാമിനേഷൻസ് വരും അല്ലെ. നോക്കാം നമുക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് in which all laboratory reports are arranged in the chronological order. Okay,
അതായത് ലബോറട്ടറി മൗണ്ട് ഷീറ്റ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും അത് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. മൗണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സ്പെഷ്യലൈസ്ഡ് പേപ്പർ ആണ് കേട്ടോ. ഒരു സ്പെഷ്യലൈസ്ഡ് പേപ്പർ ആണ്. അത് ശരിക്കും ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ലാബ് റിപ്പോർട്ട്, റേഡിയോളജി റിപ്പോർട്ട്, പാത്തോളജി, അങ്ങനത്തെ പല പല റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ അതിന് തമ്മിൽ പരസ്പരം അവയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പേപ്പർ, അത്രയേ ഉള്ളൂ മൗണ്ട് ഷീറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ ലബോറട്ടറി മൗണ്ട് ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലബോറട്ടറി റിപ്പോർട്സുകളായിരിക്കും അത് ക്രോണോളജിക്കൽ ഓർഡറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, എക്സ്റേ മൗണ്ട് ഷീറ്റ് ആണ്. അതിനകത്ത് ഈ പറയുന്ന റേഡിയോളജി റിപ്പോർട്ട്, അത് എക്സ്റേ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ക്രോണോളജിക്കൽ ഓർഡറിൽ. പിന്നെ എന്താണ് പറയുന്നത്, ECG, EEG ആൻഡ് അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഫോംസ് ആൻഡ് എനി അതർ ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഓർഡറിലാണ് അതിനകത്ത് അസംബിൾ ചെയ്യുന്നത് കേട്ടോ. ആ ഓർഡർ ഇങ്ങനെയാണ്: ആദ്യം ലാബിന്റെ റിസൾട്ട്, പിന്നെ എക്സ്റേ, ECG, EEG, അൾട്രാസൗണ്ട്. ആ ഒരു രീതിയിൽ, ആ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ അതിനകത്ത് അസംബിൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു ഓർഡറാണ് കീപ്പ് ചെയ്യുന്നത്. ആദ്യം ലാബ് റിസൾട്ട്, എക്സ്റേ, ECG, EEG, അൾട്രാസൗണ്ട്, ആ ഒരു രീതിയിൽ കേട്ടോ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം അറിയാലോ. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. EEG എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെ? എൻസെഫലോ അല്ലെ? ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള മെത്തേഡ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത് ഇൻവെസ്റ്റിഗേഷൻസിനകത്ത്. ലാസ്റ്റത്തെ ഏതാണ്? ഇൻപേഷ്യന്റ് അല്ലെ? ഇൻപേഷ്യന്റിനകത്ത് ഈ മുഴുവൻ എഴുതിയിരിക്കുന്ന ഓരോരോ റിപ്പോർട്ടുകളാണ്. ഈ പറഞ്ഞ എന്താ പറയാ എല്ലാതും അതിനകത്ത് വരും കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് അഡ്മിഷൻ, ഡിസ്ചാർജ് ഷീറ്റ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്സ്, പ്രോഗ്രസ് നോട്ട്, ഫിസിഷ്യൻ ഓർഡർ, അനസ്തേഷ്യ റെക്കോർഡ്, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോം, റിക്കവറി റെക്കോർഡ്, ലേബർ റെക്കോർഡ്, ഡയബറ്റിസ് റെക്കോർഡ്, റീസസിറ്റേഷൻ റെക്കോർഡ്, ICH റെക്കോർഡ്സ്. ICH എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. കുട്ടികളുടെ സംബന്ധമായിട്ട് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്ത് റെക്കോർഡ്, പിന്നെ അവരുടെ ഗ്രോത്ത് ചാർട്ട് റെക്കോർഡ്, പാരാമെഡിക്കൽ സർവീസസ് റെക്കോർഡ്, നഴ്സസ് നോട്ട്സ് ആൻഡ് ഒബ്സർവേഷൻ ചാർട്ട്സ്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നതുമായിട്ടുള്ള ഫ്ലൂയിഡ്സിന്റെ ഒരു മെഷർമെന്റ്സും അതിന്റെ വിവരങ്ങളും. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസുകളൊക്കെ കുടിക്കുന്നുണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ പറയുന്ന എന്താ പറയാ യൂറിനായിട്ടും സ്റ്റൂളായിട്ടൊക്കെ വേസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഫ്ലൂയിഡിന്റെ ഒക്കെ ആ ഒരു ബാലൻസ് അതിന്റെ ചാർട്ട്. പിന്നെ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ആൻഡ് വൈറ്റൽ സൈൻ റെക്കോർഡ്. വൈറ്റൽ സൈൻസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, പൾസ്, BP, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങള്. ഒപ്പം ഡിസ്ചാർജ് സമ്മറീസ്, ഇതെല്ലാം വരുന്നത് ഇൻപേഷ്യന്റിനകത്താണ് കേട്ടോ. ഇത് the most remote admission filed on the bottom and the most recent admission filed on the top. ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യുക കേട്ടോ. അതായത് തോന്നിയ രീതിയിലല്ല, മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഫൈൽഡ് ഓൺ ദ ബോട്ടം. അതായത് ഏറ്റവും പഴയ റിപ്പോർട്ടുകൾ എപ്പോഴും താഴെയായിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടോപ്പിലായിട്ട്, ഏറ്റവും ഭാഗത്തായിട്ട്, മുകളിലായിട്ട് ആ രീതിയിലാണ് അവിടെ എന്ത് ചെയ്ത് വെക്കാം, ഫയൽ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ ഓർഡർ അങ്ങനെയാണ്. ഏറ്റവും പഴയതൊക്കെ ഏറ്റവും താഴെ വരുന്ന രീതിയിലും പുതിയത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് മുകളിൽ വരുന്ന രീതിയിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. നമ്മൾ പറഞ്ഞത് അസംബ്ലിങ്ങിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് 4 രീതിയിൽ നമ്മൾ പറയാം. ഔട്ട് പേഷ്യന്റ് ഉണ്ട്, കറസ്പോണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ഓരോന്നിലും വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഓരോ ഓർഡറിലുണ്ട്. ഒരു പ്രത്യേക ഓർഡറിലാണ്, ഒരു അറേഞ്ച്മെന്റിലാണ് അത് എന്ത് ചെയ്തിട്ട് അസംബിൾ ചെയ്ത് വെക്കുന്നത്. ജസ്റ്റ് ഒന്നത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. മെഡിക്കൽ റെക്കോർഡ് എന്താണ് അല്ലെ, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കുന്നത് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിൽ എങ്ങനെയൊക്കെയാണ് ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഫയലിംഗ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഒരു ND എടുത്ത് വെച്ചോളൂ കേട്ടോ, കാരണം അതിന് ക്വസ്റ്റ്യൻസ് വരാം.
അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സ് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് നോക്കാം റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ് കേട്ടോ. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. There are several types of numbering and filing systems. അതായത് 5 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയലിംഗ് മെത്തേഡ് ആണ് കേട്ടോ. ഫയലിംഗ് എന്താ പറയാ, നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ആണ് പറയുന്നത്. അത് 5 ടൈപ്പ് ഉണ്ട് കേട്ടോ. 5 രീതിയിൽ നമുക്ക് നമ്പർ ചെയ്ത് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. ഏതൊക്കെയാണ് ആ 5 ടൈപ്പ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തത് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഫസ്റ്റ് വൺ എന്താണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. രണ്ടാമത്തത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. മൂന്നാമത്തത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. നാലാമത്തത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. അഞ്ചാമത്തത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതൊക്കെയാണ് 5 ടൈപ്സ് ഓഫ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഏതൊക്കെയാണ്? 5 തരത്തിലാണ്. ഒന്ന് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഓക്കെ, ഇനി ഓരോന്ന് എന്താണ്, ഈ 5 കാര്യങ്ങളും എന്താണ്, എന്തൊക്കെയാണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം നമുക്ക് പറഞ്ഞിട്ട് അതിന്റെ കേട്ടോ. ആദ്യത്തെ ഏതാണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ചിലതൊക്കെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഗസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സീരിയൽ നമ്പറിംഗ് അല്ലെ, സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നിങ്ങളോട് ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രത്യേകതകൾ ഏതെങ്കിലും തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേകത തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം ആണ് നിങ്ങളോട് ചോദിക്കാം. സീരിയൽ നമ്പറിംഗ് ആണോ, അത് യൂണിറ്റ് നമ്പറിംഗ് ആണോ, അല്ലെങ്കിൽ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ആണോ, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണോ, അങ്ങനെ ചോദിക്കാം. അതിന്റെ പ്രത്യേകത തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം ആണ് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം കേട്ടോ. അവിടെ അങ്ങനെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം സീരിയൽ നമ്പറിംഗ്. സീരിയൽ നമ്പറിംഗ് എന്ന് പറഞ്ഞാല് പോയിന്റുകളാണ്, ശ്രദ്ധിക്കുക. In serial numbering, the patient is given a new number for each occasion of treatment by a health care facility. Underline ചെയ്ത് വെക്കാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സീരിയൽ നമ്പറിംഗിൽ എന്താണ്? The patient is given a new number for each occasion of treatment by a health care facility. അതായത് ആശുപത്രിയില് രോഗിയുടെ ഓരോ സന്ദർശനത്തിലും അല്ലെ, അവരുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും രോഗിക്ക് എന്ത് കൊടുക്കാണ്? ഒരു പുതിയ നമ്പർ കൊടുക്കാണ്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആലോചിക്കുന്നത് അല്ലെ. ഒരു രോഗി തന്നെ ഒരു ആദ്യത്തെ പ്രാവശ്യം പോയി അപ്പൊ ഒരു നമ്പർ കൊടുക്കുന്നു, രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ വീണ്ടും ഒരു നമ്പർ കൊടുക്കുന്നു. അങ്ങനെ എത്ര തവണ പോകുന്നോ അതിനനുസരിച്ച് ഓരോ തവണ പോകുമ്പോഴും പുതിയ നമ്പർ അവർക്ക് കൊടുക്കാണ്. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. സീരിയൽ നമ്പറിങ്ങിനകത്ത് എന്താണ്? രോഗിയുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും രോഗിക്കായിട്ട് ഒരു പുതിയ നമ്പറാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് പറയാണ്? 3 different numbers are allotted if a patient is registered 3 times. ഒരു പേഷ്യന്റ് വന്ന് 3 തവണ രജിസ്റ്റർ ചെയ്തിട്ട് അയാൾക്ക് 3 നമ്പർ കിട്ടും അല്ലെ. ഓരോ തവണ ചെല്ലുമ്പോഴും പുതിയ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് 3 നമ്പറുകൾ അവർക്ക് കിട്ടും. ഓക്കെ, all numbers are allotted to a patient. All numbers allotted to a patient are recorded in the മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് PMI എന്ന് പറഞ്ഞത് തുടക്കം പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിന്റെ. അതായത് രോഗിയുടെ ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു എന്താ പറയാ ഡോക്യുമെന്റ് ആണ് അല്ലെ PMI എന്ന് പറയുന്നത്, പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അപ്പൊ ഈ രോഗിക്കായിട്ട് കൊടുക്കുന്ന എല്ലാ നമ്പറുകളും ഏതിനകത്ത് രേഖപ്പെടുത്തി വെക്കും? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, because a new number is provided for each occasion of service, a new medical record is also developed. നമ്മളിങ്ങനെ ഓരോ പുതിയ നമ്പർ കൊടുക്കുന്ന സമയത്തും എന്താണ്? അതിനനുസരിച്ച് ഓരോ പുതിയ മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ തവണ പോകുന്നു, ഒരു പുതിയ നമ്പർ കൊടുക്കുന്ന ആ നമ്പർ മെഡിക്കൽ റെക്കോർഡ് നമ്പർ ആണ് അല്ലെ. ആ ഒരു നമ്പർ വെച്ച് ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം പോയി അപ്പോഴും ഒരു പുതിയ നമ്പർ കൊടുത്തു. അപ്പൊ ആ നമ്പർ വെച്ച് ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രോഗി എനിക്ക് എത്ര തവണ അവര് എന്താണ് പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഫയലുകള് ഫയൽ ചെയ്ത് വെക്കുന്നത് അല്ലെ. അതല്ലേ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓരോ ഒക്കേഷനും, ബിക്കോസ് ന്യൂ നമ്പർ ഇസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ്, എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഇസ് ആൾസോ ഡെവലപ്ഡ്. കാരണം അവരുടെ സേവനത്തിന്റെ ഓരോ സന്ദർഭത്തിൽ അവർക്ക് പുതിയ നമ്പർ കൊടുത്താണ്. അതിനനുസരിച്ച് പുതിയ മെഡിക്കൽ റെക്കോർഡുകളും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
The patient reports are filed in as many places in the file as the number of times the patient has received care at the facility. അതായത് രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചാണ് അവിടെ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ആ റെക്കോർഡിന്റെ എണ്ണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത്രയും പ്രാവശ്യം അയാൾ അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് റെക്കോർഡുകൾ ഫയൽ ചെയ്യുന്ന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണത് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ ഒരു രോഗി ചികിത്സയുടെ ഓരോ സന്ദർഭത്തിൽ അവർക്ക് പുതിയ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രകാരം എന്താണ് രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചതാണ് റെക്കോർഡുകൾ അവിടെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഇത് ഏതിന്റെ പ്രത്യേകതയാണ്? ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം ആണ്? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി 12:30 മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഞാനത് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അന്ന് എടുക്കുന്ന കാര്യങ്ങള് അന്നത്തെ തന്നെ വായിച്ചു പോവാനായിട്ട് നോക്കുക കേട്ടോ. അവസാന സമയത്തേക്ക് എല്ലാം ഒരുമിച്ച് വായിക്കാനൊന്നും നിൽക്കരുത്. ക്ലാസ് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ. എന്നാലാണ് അത് മനസ്സിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവസാന സമയത്തേക്ക് വെക്കരുത്. ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓർമ്മ തിരിക്കും കേട്ടോ. ഒറ്റയിരിപ്പിനും പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. നാളെ വീണ്ടും പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അങ്ങനെ വായിച്ച് പോകും. അങ്ങനെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.